കൂദാശകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, അഥവാ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂദാശകളെ പറ്റി പറയുമ്പോൾ കൃപ ലഭിക്കുന്ന മാർഗമായിട്ടാണ് കൂദാശയെ സഭ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കാനുള്ള ദൃശ്യമായ മാർഗങ്ങളാണത്. ദൈവത്തിൻ്റെ കൃപയാകട്ടെ അദൃശ്യവുമാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്കൊരിക്കലും കാണാൻ പറ്റത്തില്ല, അത് വിസിബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഈ കൃപയെ നമ്മൾ സ്വീകരിക്കുന്നതിന് ദൃശ്യമായ ചില മാർഗങ്ങൾ, ചില അടയാളങ്ങൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ പൊതുവിൽ കൂദാശകൾ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ സാക്രമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. മലയാളത്തിൽ നമ്മൾ കൂദാശകൾ എന്ന് വിളിക്കുമ്പോൾ തന്നെ കൂദാശ എന്ന വാക്ക് പോലും മലയാളം വാക്കല്ല. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് അത് ഏതാണ്ട് ഒരു മലയാള പദമായി രൂപപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. നമ്മുടെ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. കൂദാശ എന്ന വാക്ക് സുറിയാനി വാക്കാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുസ്തകത്തിലുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തായാലും നമ്മൾ കൂദാശകളെ പറ്റിയുള്ള ഈ ക്ലാസ് നമ്മൾ ഒരു 10 മണിയാകുമ്പോൾ അവസാനിപ്പിക്കും. എന്നിട്ടൊരു 10-20 മിനിറ്റ് നമ്മൾ അത്യാവശ്യം സംശയങ്ങളുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, പറയാം. നിങ്ങളുടെ ഈ പുസ്തകത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണ്ട ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ അറിവിൻ്റെ പരിധിയിലൊക്കെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്ന മാർഗമാണ് കൂദാശ എന്ന് നമ്മൾ പറഞ്ഞു. അതും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ മനുഷ്യന് പ്രാപ്യമാകുന്നത് എങ്ങനെയാണ്? നമുക്ക് ദൈവത്തിൻ്റെ കൃപ പ്രാപ്യമാകാനായിട്ട് ചില വഴികൾ വേണം. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരാണ്, നമ്മൾ സമൂഹ ജീവിയാണ്, ഒരുമിച്ച് ജീവിക്കുന്നവരും ഒരുമിച്ച് വസിക്കുന്നവരുമാണ്, ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്, പലതരത്തിലുള്ള ജീവിത അന്തസ്സുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്, വിവാഹിതരായി അല്ലെങ്കിൽ സന്യസ്തരായി ഒക്കെ ജീവിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഓരോ ജീവിതാവസ്ഥയ്ക്കും ഓരോരോ കൃപകൾ വേണം. ഇപ്പം ഞാനൊരു വൈദികനാണ്. ഒരു വൈദികനായി എനിക്ക് എൻ്റെ പൗരോഹിത്യ ജീവിതം ജീവിക്കാൻ ആവശ്യമായ കൃപ, ആ ദൈവസഹായം അത് വേണം. ഒരു ഡിവൈൻ എയ്ഡ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു ദൈവത്തിൻ്റെ സഹായം, അതിനെയാണ് നമ്മൾ കൃപ എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ വ്യക്തിയുടെയും ജീവിതാവസ്ഥയ്ക്ക് ചേർന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് നിത്യരക്ഷയിലേക്ക് യാത്ര ചെയ്യാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ആ ദൈവത്തിൻ്റെ സഹായത്തെയാണ് നമ്മൾ കൃപ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവണം. ഓരോരുത്തരുടെയും ജീവിതാവസ്ഥ അനുസരിച്ച് ദൈവം അവരെ സഹായിക്കുന്നു. എങ്ങോട്ട്, എന്തിന് എന്ന് ചോദിച്ചാൽ നിത്യരക്ഷയിലേക്ക് എത്തിച്ചേരാൻ, അഥവാ രക്ഷ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളതിൻ്റെ പൂർണ്ണതയിലെത്താൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ആ ദൈവത്തിൻ്റെ ഇടപെടലിനെയാണ്, ആ ദൈവത്തിൻ്റെ ആ സഹായത്തെയാണ്, ദൈവത്തിൻ്റെ ആ ഒരു സഹായകരമായ, നമ്മളെ താങ്ങുന്ന ആ കരത്തെയാണ് നമ്മൾ കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂദാശകൾ എന്ന് പറയുന്നത് കൃപയുടെ നീർച്ചാലുകൾ ആണ്. നമുക്കൊരു ഒരു 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 തോട്ടത്തിന്റെ, ഒരു കമുകിൻ തോട്ടത്തിന്റെ ഉദാഹരണം എടുക്കാം. ഒരു കമുകിൻ തോട്ടം ഇങ്ങനെ നിരപ്പായ സ്ഥലത്ത് ആണെങ്കിൽ, ആ കമുകിൻ തോട്ടത്തിന്റെ ഒരു 3 ഏക്കർ 4 ഏക്കറുള്ള ഒരു കമുകിൻ തോട്ടം ആണെങ്കിൽ, ആ 4 ഏക്കറുള്ള കമുകിൻ തോട്ടത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചാലുകൾ കീറി കൊടുക്കും, അല്ലേ? അങ്ങനെ ചെറിയ ചാലുകൾ കീറിക്കൊടുത്താണ് ഒരു ഉറവയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തോട്ടിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് മോട്ടർ അടിച്ച് നമ്മൾ പമ്പ് ചെയ്ത് എടുക്കുന്ന വെള്ളം ഇങ്ങനെ വിവിധ ചാലുകളിലൂടെയാണ്, ചാല് കീറിയാണ് നമ്മൾ ഓരോ കമുകിൻ ചെടിയുടെയും ചുവട്ടിൽ എത്തിക്കുന്നത്.
എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം തൻ്റെ സഹായത്തിൻ്റെ ആ തീർത്ഥം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എത്തിക്കുന്ന ആ ചാലിനെയാണ്, ആ കനാലിനെയാണ് നമ്മൾ കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സഹായമാണ് കൃപ. പക്ഷെ ആ സഹായം നമ്മുടെ അടുത്ത് എത്തിക്കുന്ന ഈ ചാലാണ് വെള്ളം ഒഴുക്കി വിടാൻ, വെള്ളം ഒഴുകി എത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ വെട്ടിയെടുക്കുന്ന ഒരു ചാലുണ്ടല്ലോ, ആ ചാലാണ് ഒരു കൂദാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സഹായം എത്തിച്ചേരുന്ന ചാലുകളാണ് കൂദാശകൾ. 7 കൂദാശകളാണുള്ളത്. 7 കൂദാശകൾ നമുക്കറിയാം. നിങ്ങളെല്ലാവരും തന്നെ ഇതിലൊരു 3-4 എണ്ണമൊക്കെ സ്വീകരിച്ചവരാണ്. മാമോദിസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും കുമ്പസാരവും വിവാഹവും ഒക്കെ സ്വീകരിച്ചവരിവിടെ ഉണ്ട്. പിന്നെ രോഗീലേപനം സ്വീകരിച്ചവരുണ്ടാവാം. അങ്ങനെ കൂദാശകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ഈ പറയുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ മണ്ണിൽ അതിനെ ആധികാരികമായി അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സഭ ഇതിനെ പഠിപ്പിക്കുന്നത്, സഭയുടെ വേദോപദേശം ഇതിനെ പഠിപ്പിക്കുന്നത് ഫലപ്രദമായ അടയാളങ്ങൾ, കൃപയുടെ അടയാളങ്ങൾ എന്നാണ്. ഫലപ്രദമാണ് ഇത്. കൃപയുടെ ഫലപ്രദമായ പ്രവർത്തന നിരതമായ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കുമോ ഇല്ലയോ, അങ്ങനെ ഒരു സംശയം ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം. ഇത് പ്രവർത്തിക്കുമോ ഇല്ലയോ, ഒരു കൂദാശ സ്വീകരിക്കുന്നു, ഇത് പ്രവർത്തിക്കുമോ, ഇതുകൊണ്ട് വല്ല ഫലവും ഉണ്ടോ എന്നൊരു സംശയം വരാനുള്ള സാധ്യതയുണ്ടല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സഭ പറയുന്നത്, വേദോപദേശം പഠിപ്പിക്കുന്നത്, അഥവാ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതെ, ഇത് ഫലപ്രദമാണ്, ഇത് പ്രവർത്തനക്ഷമമാണ്, ഇത് പ്രവർത്തിക്കുന്നതാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഇത് ചെയ്താൽ അതിനൊരു ഫലമുണ്ട്. വെറുതെ പാഴായി പോകുന്ന ഒരു കർമ്മമല്ല കൂദാശ. ഒരു കൂദാശ പരികർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വൃഥാവിലായി പോകുന്നില്ല, പാഴായി പോകുന്നില്ല. അത് ഫലം ചൂടുന്ന ഒന്ന് തന്നെയാണ്, അതിൽ സംശയം വേണ്ട. എന്ന് പറഞ്ഞാൽ എന്താണ് അതിലെ ഫലം എന്ന് ചോദിച്ചാൽ കൃപയാണ് ഫലം. ഒരു കൂദാശയുടെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്ന കൃപയാണ് ആ ഫലം. അതുകൊണ്ട് കൃപ ലഭിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ അടയാളങ്ങളെ ആണ് നമ്മൾ കൂദാശകൾ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ കൂദാശകളിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും ഒക്കെ ഉപയോഗിച്ചാണല്ലോ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ അടയാളങ്ങളും പ്രതീകങ്ങളും കൊണ്ട് ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ പല വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് മാമോദീസായിൽ ജലം ഉപയോഗിക്കുന്നു, രോഗീലേപനത്തിലെ തൈലം ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഇതിനെ വെറുതെ പ്രതീകവൽക്കരിക്കുന്നതല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒരു പ്രതീകം കാണിക്കുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതിനെ ദൈവം തരുന്ന കൃപയെ പ്രതീകമായി അവതരിപ്പിക്കുക മാത്രമല്ല, അതിനെ യഥാർത്ഥത്തിൽ കൃപ കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഫലപ്രദമായ പ്രവർത്തനക്ഷമമായ അടയാളങ്ങളെയാണ് നമ്മൾ കൂദാശകൾ എന്ന് വിളിക്കുന്നത്. ഇനി അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായേക്കാം, ഇത് പരികർമ്മം ചെയ്യുന്ന അച്ഛൻ, കാർമ്മികൻ, വൈദികൻ, അദ്ദേഹത്തിൻ്റെ യോഗ്യത ഇതിനകത്ത് ഒരു ചോദ്യമാണോ? അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ്? അതിന് സഭ പഠിപ്പിക്കുന്നത് ആ കൂദാശ കാർമ്മികനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, അത് പരികർമ്മം ചെയ്യുന്ന വൈദികനെ ആശ്രയിച്ചല്ല ഒരു കൂദാശയുടെ ഫലം.
ഒരു കൂദാശ അത് ഫലം ചൂടുന്നത് അത് പരികർമ്മം ചെയ്യുന്ന കാർമ്മികന്റെ അല്ലെങ്കിൽ വൈദികന്റെ യോഗ്യത അനുസരിച്ചല്ല, വിശുദ്ധി അനുസരിച്ചല്ല. വിശുദ്ധി പ്രാർത്ഥിക്കാത്ത അഥവാ പ്രാർത്ഥനയിൽ ഒരല്പം കുറവുള്ള ഒരു വൈദികൻ പരികർമ്മം ചെയ്യുന്ന കൂദാശയ്ക്ക് ഇച്ചിരി ശക്തി കുറവായിരിക്കുമോ എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് സഭ പഠിപ്പിക്കുന്നത് ആ കാർമ്മികൻ ചെയ്യുന്ന ആ കൂദാശ അതിനാൽ തന്നെ അത് ഫലപ്രദമാണ്. ഒരു കാർമ്മികന്റെ കൂദാശ പരികർമ്മം അതിൽ തന്നെ അത് പ്രവർത്തനക്ഷമമാണ്. കാർമ്മികന്റെ വിശുദ്ധിയോ യോഗ്യതയോ ഒന്നും അവിടെ മാനദണ്ഡമല്ല. ദൈവം കാർമ്മികന്റെ വിശുദ്ധിയെ നോക്കിയിട്ടല്ല കൃപയിൽ ഫലം നമുക്ക് തരുന്നത്, മറിച്ച് ഒരു കൂദാശ അതിൽ തന്നെ ഫലപ്രദമാണ്. ഇനി നമ്മൾ ഈ കൂദാശ നമുക്ക് തരുന്നത് കൃപയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അഥവാ കൃപ സ്വീകരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് കൂദാശകൾ എന്ന് നമ്മൾ പറഞ്ഞു. 3 തരത്തിലുള്ള കൃപകളുണ്ട്. 3 തരത്തിലാണ് നമുക്ക് കൃപ ലഭിക്കുക. 3 തരത്തിലുള്ള കൃപകളാണ് നമുക്ക് വേണ്ടത് അഥവാ നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ സ്വീകരിക്കുന്നത് ഓരോ കൂദാശയിലൂടെയും. ഓരോ കൂദാശ പരികർമ്മത്തിലൂടെയും നമ്മൾ സ്വീകരിക്കുന്നത് 3 തരത്തിലുള്ള കൃപകളാണ്. ഒന്നാമത്തേത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന കൃപയാണ്. വിശുദ്ധീകരിക്കുന്ന കൃപ നമുക്ക് കിട്ടും. അതായത് ദൈവിക ജീവനിൽ നമ്മളെ നമുക്ക് പങ്ക് പറ്റാനുള്ള അവസരം സൃഷ്ടിച്ചു തരുന്നതാണ് ഒന്നാമത്തെ ഒരു കൃപയുടെ ഒന്നാമത്തെ ഒരു കാര്യം, ഒന്നാമത്തെ ഒരു മാനം എന്ന് വേണേൽ നമുക്ക് പറയാം. ദൈവിക ജീവനിൽ നമ്മളെ പങ്കുകാരാക്കുന്നു. നമ്മൾ വേദോപദേശം ക്ലാസ്സിൽ പണ്ട് ആദ്യ കുർബാനയ്ക്കൊക്കെ പഠിച്ചത് തന്നെയാണിത്. നമ്മളെ ദൈവത്തിൻ്റെ ജീവനിലേക്ക് നമ്മളെ പങ്കുകാരാക്കുന്നു. ഉദാഹരണത്തിന് മാമോദിസ സ്വീകരിക്കുന്നതോടെ ഒരാൾ ദൈവിക ജീവനിൽ പങ്കുകാരനോ പങ്കുകാരിയോ ആവുകയാണല്ലോ. വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഈശോയെ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ഈശോ നമുക്ക് തരുന്ന സ്വർഗീയ ജീവനിൽ നമ്മൾ പങ്കുകാരാകുകയാണ്. ഇനി രണ്ടാമത്തെ കൃപ എന്ന് പറയുന്നത്, കൃപയുടെ രണ്ടാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അഥവാ കൃപയുടെ രണ്ടാമത്തെ ഒരു മാനം എന്ന് പറയാവുന്നത് കൗദാശിക വരപ്രസാദമാണ്. എന്താണ് ഈ കൗദാശികമായ വരപ്രസാദം എന്ന് ചോദിച്ചാൽ, ഓരോ കൂദാശയ്ക്കും അതിൻ്റെതായ പ്രത്യേകമായി കൃത്യമായി അതിനു മാത്രം നമുക്ക് തരാവുന്ന ഒരു കൃപയുണ്ട് ഓരോ കൂദാശയ്ക്കും. ഉദാഹരണത്തിന് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസിയായ ഒരു യുവതിക്കും ഒരു യുവാവിനും അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു പുരുഷനും ഒരുമിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരാനും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനും ഉള്ള കഴിവ് ലഭിക്കുകയാണ്. അതാണ് ഓരോ കൂദാശയിലുമുള്ള കൗദാശിക വരപ്രസാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിവാഹ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അയാളുടെ കഴിവുകൊണ്ടല്ല അത് നടത്തുന്നത്, അത് ചെയ്യുന്നത്. വിവാഹം എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം, ഒരുമിച്ചുള്ള ജീവിതം, ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം എന്ന് പറയുന്ന ആ വലിയ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള കഴിവും കൃപയും ഒരാൾക്ക് ലഭിക്കുന്നത് ഈ കൂദാശയിലൂടെയാണ്. ഇതിനെയാണ് കൗദാശിക വരപ്രസാദം എന്ന് വിളിക്കുന്നത്. അയാൾ അതിന് പ്രാപ്തനാവുകയാണ് അഥവാ അതിന് പ്രാപ്തയാവുകയാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി ഒരു കുടുംബജീവിതം നയിക്കാൻ പ്രാപ്തയാകത്തക്ക വിധം ദൈവത്തിൻ്റെ കൃപ അവളെ സഹായിക്കുകയാണ്. ആ കൃപ കിട്ടുന്നത് വിവാഹമെന്ന കൂദാശയിലാണ്. അതുകൊണ്ടാണ് കൗദാശിക വരപ്രസാദം എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കാര്യം എടുത്താൽ,
ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. അതായത് എൻ്റെ കാര്യം എടുത്താൽ ഞാനൊരു വൈദികനാണ്. ഒരു വൈദികന്റെ ജീവിതത്തിന് അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ കഴിവുകൊണ്ടല്ല ഞാനിത് ചെയ്യുന്നത്, മറിച്ച് ദൈവം എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ദൈവം എന്നെ സഹായിക്കുന്നു. ആ സഹായം, ആ കൃപ, അത് എനിക്ക് തരുന്നത് തിരുപ്പട്ടം എന്ന കൂദാശയിലാണ്. അപ്പോൾ ഓരോ കൂദാശയിലും ആ കൂദാശയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വരപ്രസാദമുണ്ട്. അതിനെയാണ് കൗദാശിക വരപ്രസാദം എന്ന് വിളിക്കുന്നത്. വേറൊരു ഉദാഹരണം കൂടെ പറയാം. കുംഭസാരം. കുംഭസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന അഥവാ അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് അയാൾ ഏറ്റുപറയുന്ന അനുദപിച്ച എല്ലാ പാപങ്ങൾക്കും പാപക്ഷമ കിട്ടുകയാണ്. ഈശോ നേടിത്തന്ന പാപക്ഷമ എൻ്റെ അനുതാപത്തിലൂടെ, കുംഭസാരത്തിലൂടെ, ഏറ്റുപറച്ചിലൂടെ എനിക്കതിൽ നിന്ന് വിമോചനം ലഭിക്കുകയും ഈശോയുടെ തിരുരക്തം എൻ്റെ പാപങ്ങളെ തുടച്ചു നീക്കുകയും ചെയ്യുകയാണ്. ആ പാപങ്ങളുടെ തുടച്ചു നീക്കലാണ് കുംഭസാരം എന്ന കൂദാശയിൽ നടക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമത്തെ ഒരു കൃപയുടെ ഒരു മാനം എന്ന് പറയുന്നത് കൃപ തന്നെയാണ്. യഥാർത്ഥമായ കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റാൻ ഒരാളെ, ഒരു വ്യക്തിയെ സഹായിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ സഹായം, അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഗ്രേസ് എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ ആ യഥാർത്ഥ കൃപ, അതും കിട്ടുന്നുണ്ട്. ദൈവഹിതം നിറവേറ്റാനുള്ള മനസ്സ്, ഒരുക്കം എന്നൊക്കെ പറയാം. ഒരു ഡിസ്പൊസിഷൻ, ഒരു മനോഭാവം ഒരാളിൽ രൂപപ്പെട്ടെന്ന രീതിയിൽ ഒരു ദൈവം പറയുന്നത് പോലെ ജീവിക്കാനായിട്ട് ഒരാൾക്ക് തോന്നാൻ വേണ്ടി അയാളെ സഹായിക്കുന്ന ഒരു ദൈവകൃപ. ഇതിനെയാണ് ആക്ച്വൽ ഗ്രേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് അതാത് കൂദാശയിലൂടെയാണ്. അപ്പോൾ ആ കൂദാശകൾ നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനും വ്യക്തിയും നമ്മുടെ ജീവിതാന്തസ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതുമാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, ആദ്യത്തെ കൂദാശ ഏതാണ്? സഭാപിതാക്കന്മാര് പഠിപ്പിക്കുന്നതനുസരിച്ച് ഏറ്റവും ആദ്യത്തെ കൂദാശ ഈശോയാണ്. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈശോയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈശോ അടയാളപ്പെടുത്തി. നമുക്ക് ദൈവത്തിന് ശരീരമില്ല, ദൈവം ആ ശരീരിയാണ്. എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത ആളാണ് ദൈവം. അപ്പൊ ആ ശരീരിയായ അഥവാ ശരീരമില്ലാത്ത ദൈവത്തെ ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈശോ നമുക്ക് ദൈവത്തിൻ്റെ മുഖമായി തീർന്നു. ദൈവത്തിൻ്റെ മുഖം ആരാണെന്ന് ചോദിച്ചാൽ അത് ഈശോയാണ്. എന്താണ് ദൈവത്തിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ ഈശോ എന്നാണ് ദൈവത്തിൻ്റെ പേര്. അപ്പോൾ പിതാവായ ദൈവത്തെ യഥാർത്ഥത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈശോയാണ്. ദൈവത്തിനൊരു പേരുണ്ടായത് ഈശോയിലാണ്. ദൈവത്തിന് ഒരു മുഖം ഉണ്ടായത് ഈശോയിലാണ്. ദൈവത്തിന് പേരും ഇല്ലായിരുന്നു, ദൈവത്തിന് മുഖവും ഇല്ലായിരുന്നു. പക്ഷെ ഈശോയിൽ ദൈവത്തിന് പേരായി. ഈശോയിൽ ദൈവത്തിന് മുഖമായി ഈശോ. അപ്പോൾ ആദ്യത്തെ കൂദാശ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഈശോയാണ്. അപ്പൊ ഈ ആദ്യ കൂദാശയായ ഈശോ ഇന്നും സഭയിൽ ജീവിക്കുന്നു. ഇന്നും ഈശോ സഭയിൽ തുടരുന്നു. ഈശോയുടെ സാന്നിധ്യം ഇന്നും സഭയിൽ ഉണ്ട്. ആ സാന്നിധ്യത്തിന്
ഒരു പ്രത്യേകതയുണ്ട്. ആ സാന്നിധ്യം രക്ഷിക്കുന്ന സാന്നിധ്യമാണ്. അത് നമ്മളെ സഹായിക്കുന്ന സാന്നിധ്യമാണ്. അത് നമ്മളെ വിമോചിപ്പിക്കുന്ന സാന്നിധ്യമാണ്. അത് നമ്മെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യമാണ്. അത് നമ്മെ ബലപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. അത് നമ്മെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണ്. നമ്മെ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. അപ്പോൾ ഈശോയുടെ ഈ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന ഈ സാന്നിധ്യമാണ് നമുക്ക് കൂദാശയിൽ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് കൂദാശകളിൽ സത്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈശോയുടെ ഈ സഹായമാണ്, അഥവാ ഈശോയുടെ ഈ സഹായമാണ്, ആശ്വാസമാണ്, ബലപ്പെടുത്തലാണ്, സാന്നിധ്യമാണ്. മറ്റൊരു കാര്യം പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്, ഓരോ കൂദാശയിലും നാം കണ്ടുമുട്ടുന്നത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെയാണ്. ഈശോയുടെ പെസഹ രഹസ്യത്തെ നമ്മൾ കാണുകയും നമ്മൾ അനുഭവിക്കുകയും അറിയുകയും അതിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യുന്നത് ഈ കൂദാശകളിലൂടെയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈശോയുമായിട്ട് ഈ കൂദാശകൾക്ക് നേരിട്ട് ബന്ധമുണ്ട്, റെഫറൻസ് ഉണ്ട്. ഈശോയെ പറ്റി പറയാതെ നമുക്ക് കൂദാശകളെ പറ്റി പറയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ആവില്ല എന്നതാണ് സത്യം. മറ്റൊരു കാര്യം, ഈ ഓരോ കൂദാശയിലൂടെയും ഓരോ കൂദാശയും സ്വീകരിക്കുന്നത് ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് സ്വീകരിക്കുന്നത്, അല്ലേ? ഒരു മനുഷ്യനാണ് കൃപ സ്വീകരിക്കുന്നത്. ഒരു മനുഷ്യൻ കൃപ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യ പ്രകൃതി ഉള്ള ഒരാളാണ് ഇത് സ്വീകരിക്കുന്നത്. മനുഷ്യപ്രകൃതി, മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ രീതിയും അതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മനുഷ്യപ്രകൃതി. ഈ മനുഷ്യപ്രകൃതി അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ? അതൊരു ന്യായമായ ചോദ്യമായിരുന്നു. സഭയുടെ കഴിഞ്ഞകാല ദൈവശാസ്ത്രപരമായ ചർച്ചകളിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മനുഷ്യന്റെ പ്രകൃതിയിൽ, മനുഷ്യന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഈ കൃപയ്ക്ക് കഴിയുമോ? ഉത്തരം കഴിയും എന്നാണ്. അതായത് മനുഷ്യന്റെ പ്രകൃതിയെ, മനുഷ്യന്റെ സ്വഭാവത്തെ പരിപൂർണമാക്കാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് കഴിയും. നമുക്ക് ഓരോ ദിവസവും നമുക്ക് തോന്നുന്നുണ്ടാവും, മേ ബി ഒരുപക്ഷെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം നമുക്ക് തോന്നും, ഇന്നത്തെ ദിവസം ഇന്നലത്തേതിനേക്കാൾ മെച്ചപ്പെട്ട് ജീവിക്കണം. എല്ലാവർക്കും തോന്നണമെന്നില്ല, പക്ഷെ ഭൂരിപക്ഷം മനുഷ്യനും തോന്നും. ഒരുപക്ഷെ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് തോന്നുമായിരിക്കും, ഇന്നത്തെ ജീവിതം അത്ര ശരിയായില്ല, കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നുമായിരിക്കും. ആ തോന്നലിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപ യാചിക്കുന്നത്. ആ കൃപയാണ് നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോയി വിശുദ്ധ കുർബാന, ഞായറാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ചു, അല്ലെങ്കിൽ ഇട ദിവസം ഈശോയെ സ്വീകരിച്ചു. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സഹായമാണ് ദൈവം തരുന്നത്. നമ്മൾ കൂടുതൽ ബെറ്റർ ആകുന്നത്, മെച്ചപ്പെടുന്നത് കൂദാശ സ്വീകരണത്തിലൂടെയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ പ്രകൃതിയെ പരിപൂർണമാക്കാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കഴിയും. ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭർത്താവ്, ഭാര്യ എന്ന നിലയിൽ, ഒരു അയൽവാസി എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു സന്യാസിനി എന്ന നിലയിൽ, സമർപ്പിത എന്ന നിലയിൽ നമ്മളെ മെച്ചപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളെ ബെറ്റർ ആക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്കൊരിക്കലും നമ്മളെ നന്നാക്കാൻ പറ്റിയല്ല. നമ്മളെ നന്നാക്കാൻ
ദൈവത്തിൻ്റെ കൃപ തന്നെ പ്രവർത്തിക്കണം. ആ കൃപ പ്രവർത്തിക്കുന്നത് കൂദാശ സ്വീകരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് കൂദാശ സ്വീകരണത്തെ സഭ എന്നും സഭാപിതാക്കന്മാര്, മാർപ്പാപ്പമാര്, സഭയുടെ പ്രബോധനങ്ങൾ എല്ലാം കൂദാശ സ്വീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം. നമ്മുടെ പ്രകൃതിയെ പൂർണ്ണമാക്കാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിൻ്റെ കൃപയ്ക്ക് കഴിയും. ഇറ്റ് പെർഫെക്റ്റ്സ് അവർ നേച്ചർ. നമ്മുടെ നേച്ചറിനെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും. നമ്മുടെ നേച്ചർ അത്ര പെർഫെക്റ്റ് അല്ല. നമ്മുടെ നേച്ചറിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അപൂർണതകൾ ഉണ്ടെങ്കിൽ, ആ അപൂർണതകളിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തെ പൂർണ്ണമാക്കുന്നതിന് ദൈവത്തിൻ്റെ കൃപയ്ക്ക് കഴിയും. അത് ഈ ഒരു പഠിതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു വിശ്വാസി എന്ന നിലയിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രകൃതിയെ മെച്ചപ്പെടുത്തി പരിപൂർണമാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൂദാശകളെ പറ്റി ചിന്തിക്കുമ്പം പ്രധാനപ്പെട്ടതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ കണ്ടുമുട്ടുന്ന വേദിയാണ് കൂദാശ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഗമവേദിയാണ് കൂദാശ. ദൈവവും മനുഷ്യനും തമ്മിൽ നേർക്കുനേർ മുഖാഭിമുഖം നിൽക്കുന്നത് കൂദാശയിലാണ്. ഓരോ കൂദാശയിലും ദൈവവും മനുഷ്യനും തമ്മിൽ മുഖാഭിമുഖം നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോ നേരിട്ട് വന്ന് നിൽക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഒരു കൂദാശയിലുള്ള ഉപയോഗിക്കുന്ന അടയാളങ്ങളിലൂടെ, ഒരു കൂദാശയിൽ ഉപയോഗിക്കുന്ന ഭൗതികമായ ചില വസ്തുക്കളിലൂടെ നമ്മൾ ദൈവ-മനുഷ്യ ബന്ധത്തെ, അഥവാ ദൈവ-മനുഷ്യ മുഖാഭിമുഖമുള്ള ദൈവ-മനുഷ്യ ബന്ധത്തെ അടയാളപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടുന്ന വേദിയാണ് കൂദാശ. ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന വേദിയാണ് കൂദാശ എന്ന് പറയുന്നത്. ഈശോയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, ഈശോ ജീവിച്ചു, ശരി. ഈശോ ശിഷ്യന്മാരുടെ കൂടെ നടന്നു, ശരി. ഈശോ ശിഷ്യന്മാരുടെ അവിടെ രോഗികളെ സുഖപ്പെടുത്തി നടന്നു, ശരി. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, ശരി. ഈശോ ഉയർത്തെഴുന്നേറ്റ് പോയി. അപ്പൊ ആ ഈശോയുടെ കൂടെ നടക്കാൻ, ആ ഈശോയുടെ സൗഖ്യം നേടാൻ, ആ ഈശോയുടെ രക്ഷാകര കുരിശിന്റെ ഫലത്തിൽ പങ്കുചേരാൻ, അതിനുശേഷം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം താമസിക്കുന്ന 2 സഹസ്രാബ്ദമായി നമ്മൾ എന്ന് പറഞ്ഞാൽ 2000 വർഷമായി, അതിനുശേഷമുള്ള നമുക്ക് പറ്റുമോ? അങ്ങനെ ഒരു സംശയം വരാനുള്ള സാധ്യതയുണ്ട്. ഈശോ നമുക്ക് മുമ്പ് ഇപ്പം എത്ര 2000 വർഷം ആയി നമുക്ക് മുന്നേ ജീവിച്ച് കടന്നുപോയി. അങ്ങനെ ജീവിച്ച് കടന്നുപോയ ഈശോയെ കണ്ടുമുട്ടാൻ ഇനി എങ്ങനെയും പറ്റുമോ? ആ ഈശോയുടെ കൂടെയൊക്കെ ഒന്ന് നടക്കാൻ പറ്റുമോ? ആ ഈശോയുടെ കൂടെയൊക്കെ ഒന്ന് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. സഭാപിതാക്കന്മാർ അഥവാ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പറ്റും എന്നാണ്. അതായത് ഓരോ കൂദാശ സ്വീകരണത്തിലും നമ്മൾ ഈശോയുടെ കൂടെ നടക്കുകയാണ്. വി വാക്ക് വിത്ത് ജീസസ്. നമ്മൾ ഈശോയുടെ കൂടെ യാത്ര ചെയ്യുന്നവരായി മാറുകയാണ്. ഈശോയെ കണ്ടുമുട്ടുന്നവരാകുകയാണ്. ഈശോ കൊടുത്ത സൗഖ്യവും സ്നേഹവും ഭക്ഷണവും ഒക്കെ അനുഭവിക്കുന്നവരാവുകയാണ്. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ ഈശോ സഹിച്ച ആത്മബലിയിൽ നമ്മൾ സമകാലികരാവുകയാണ്. സമകാലികരെന്ന് പറഞ്ഞാൽ ഒരേ കാലം. നമ്മൾ സമകാലികരാവുകയാണ്. ആർക്ക്? ഈശോയ്ക്ക്. ഇപ്പൊ ഈശോയുടെ സമകാലികരായി മാറാനുള്ള ഒരു മുഹൂർത്തമാണ് ഒരു കൂദാശ എന്ന് പറയുന്നത്. ഓരോ കൂദാശ പരികർമ്മത്തിലും നമ്മൾ ഈശോയുടെ സമകാലികരാവുകയാണ്. ഉദാഹരണം പറയാം. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന നമ്മൾ പള്ളിയിൽ പോയി അർപ്പിക്കുമ്പോൾ സത്യത്തിൽ ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഈശോയാണ്. ആ ഈശോ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെയാണ് തൻ്റെ ശരീരവും രക്തവും മുറിച്ച് തന്നെ തന്നെ നമുക്ക് നൽകുന്നത്. തൻ്റെ ആത്മദാനം, തൻ്റെ ആത്മബലി, ആ ത്യാഗം, അതിൽ ഈശോ തന്നെ നമുക്ക് തന്നെ തന്നെ മുറിച്ചു തരുന്നു.
നമ്മൾ ഈശോയുടെ സമകാലികരാകുന്നു. ഇതാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു കൂദാശ എന്ന് പറഞ്ഞാൽ ഈശോയുടെ സമകാലികരാകാനുള്ള മാർഗമാണ്. ആ സമയത്ത് നമ്മൾ ഈശോയുടെ കൂടെയാവുകയാണ്. അതുകൊണ്ട് മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ ഈശോയെ കാണാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട മാർഗമാണ് കൂദാശ. ഈശോയെ കണ്ടുമുട്ടാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട മാർഗമാണ് കൂദാശ. അങ്ങനെയാണ് സഭയുടെ കൗൺസിലുകൾ, സഭയുടെ സൂനഹദോസുകൾ കൂദാശകളെ പറ്റി പഠിപ്പിക്കുന്നത്. അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഏറ്റവും വിശേഷപ്പെട്ട മാർഗമാണ് കൂദാശ എന്ന് പറയുന്നത്. ചില കൂദാശകളിൽ മുദ്ര പതിപ്പിക്കുന്ന കൂദാശകളുണ്ട്. എല്ലാ കൂദാശയും സ്വീകരിക്കാം. പക്ഷേ നമുക്ക് 3 കൂദാശകൾ ആത്മാവിൽ മുദ്ര പതിപ്പിക്കുന്ന കൂദാശകളാണ്. നിങ്ങൾക്കറിയാവുന്നതാണ് അവ ഏതാണെന്ന്. ഞാൻ വിശദീകരിക്കുന്നില്ല. മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. ഇത് 3 സ്വീകരിക്കുമ്പോഴും ആത്മാവിൽ മായാത്ത മുദ്ര പതിക്കുകയാണ്, അഥവാ പതിക്കപ്പെടുകയാണ്. ഇനി എന്താണ് ഈ ആത്മാവിലെ മായാത്ത മുദ്ര എന്നൊക്കെ പറഞ്ഞാൽ എന്നാ എന്നൊരു ചോദ്യം തിയോളജി പഠിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. എന്താണ് ഈ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതിനെ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ അഭിഷേകമാണത്. വളരെ പ്രത്യേകമായ ഒരു അഭിഷേകം. ഇനി ആ അഭിഷേകത്തിലൂടെ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഈശോയോടും സഭയോടും വളരെ വിശേഷപ്പെട്ട രീതിയിൽ ബന്ധിപ്പിക്കുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്. മറ്റൊരു വാക്ക് പറഞ്ഞാൽ വിളക്കി ചേർക്കുകയാണ്. നമ്മുടെയൊക്കെ കഴുത്തേലെ മാലയുടെ കണ്ണിയൊക്കെ പൊട്ടിപ്പോയാൽ ചില കണ്ണികൾ വിളക്കി ചേർക്കും. എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും പൊട്ടാൻ പറ്റാത്ത വിധം, അകലാൻ പറ്റാത്ത വിധം 2 കണ്ണികളെ, 2 ലോഹത്തിൻ്റെ വ്യത്യസ്തമായ കണ്ണികളെ തമ്മിൽ വിളക്കി ചേർക്കുകയാണ്. ഇതാണ് സത്യത്തിൽ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കൂദാശകൾ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അതായത് ഈശോയോട് നമ്മളെ വിളക്കി ചേർക്കുകയാണ്. അതിലൂടെ സഭയോട് നമ്മളെ വിളക്കി ചേർക്കുകയാണ്. ഇതിനെയാണ് ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കൂദാശകൾ എന്ന് പറയുന്നത്. അഥവാ അതോടുകൂടെ ആ വ്യക്തി ഈശോയ്ക്ക് സ്വന്തമാവുകയാണ്, ആ വ്യക്തി സഭയ്ക്ക് സ്വന്തമാവുകയാണ്. ഇതിനെയാണ് ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കൂദാശകൾ എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ സാക്രമെന്റ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. സാക്രമെന്റ്. നിങ്ങൾ മലയാളം സ്റ്റുഡൻസ് ആയതുകൊണ്ട് അതിനെ ഒത്തിരി ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാലും ചെറിയ ഒരു കഥ പോലെ അത് പറഞ്ഞു പോകാം. അതായത് പുരാതന റോമൻ സംസ്കാരത്തിൽ പട്ടാളക്കാര് തങ്ങളുടെ നേതാവിനോട്, ഓരോ പട്ടാളക്കാർക്കും 10 പട്ടാളക്കാർക്ക് ഒരു ലീഡർ, 100 പേർക്ക് ഒരു ലീഡർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഹെഡായിട്ടുള്ള ഒരാൾ സൈന്യാധിപൻ എന്നൊക്കെ പറയുമല്ലോ. ആ സൈന്യാധിപനോട്, അതുവഴി അവരുടെ രാജ്യത്തോട് അവര് കൂറ് പ്രഖ്യാപിക്കുന്ന, ശപഥം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പട്ടാളക്കാര് പട്ടാള ശൈലിയിൽ എടുക്കുന്ന ഒരു പ്രതിജ്ഞ, അതിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് സാക്രമെന്തും എന്ന് പറയുന്നത്. ലത്തീൻ ഭാഷയാണ്. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ പുസ്തകത്തിലുണ്ടത്, വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എന്നാലും ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. പട്ടാളക്കാർ തങ്ങളുടെ സൈന്യാധിപനോട്, അഥവാ തങ്ങൾ ഉൾപ്പെടുന്ന ആ രാജ്യത്തോട് പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞയാണ്, ശപഥമാണത്. രണ്ടാമത്തേത് ഈശോയ്ക്ക്, അഥവാ ക്രൈസ്തവ സഭ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഈ വിജാതീയ അമ്പലങ്ങൾ, ദേവാലയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. യൂറോപ്പിൽ എല്ലായിടത്തും ഉണ്ട്, പിന്നെ പ്രത്യേകിച്ച് റോമിൽ അവിടെയൊക്കെ ഉണ്ട്.
ഗ്രീക്കിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അമ്പലത്തില്, ഒരു വിജാതീയ ദേവാലയത്തില് ഒരു നിയമത്തിന്റെ ഒരു പ്രശ്നം, ഒരു നൈയാമികമായ ഒരു പ്രശ്നത്തിലൂടെ അവസാനം ഒരു പരിഹാരം എന്ന നിലയിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു തുകയുണ്ട്. ഒരു വേണമെങ്കിൽ എന്താണ്, ഒരു പിഴത്തുക എന്നോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമെന്നോ അങ്ങനെ ഒരു തുക, അഥവാ അമ്പലത്തിലേക്ക് കൊടുക്കുന്ന, അമ്പലത്തിലിടുന്ന, ആ ദേവാലയത്തിലിടുന്ന, വിജാതീയ ക്ഷേത്രങ്ങളിൽ ഇടുന്ന ആ ഒരു തുകയെയാണ്, നൈയാമികമായ രീതിയിലുള്ള ആ ഒരു നിക്ഷേപത്തെയാണ് സക്രമെന്തും എന്ന് വിളിച്ചിരുന്നത്. ഈ രണ്ട് സാഹചര്യങ്ങളെയും പുരാതന റോമൻ സംസ്കാരത്തിലെ ഈ ഈ പറയുന്ന പട്ടാളക്കാരെടുക്കുന്ന ആ പ്രതിജ്ഞയെയും, ഒപ്പം ഈ വിജാതീയ ക്ഷേത്രങ്ങളിൽ തുടർന്ന് വന്നിരുന്ന ഈ നൈയാമികമായ നിയമപരമായ സ്വഭാവമുള്ള ഈ പരിപാടിയും ആദിമസഭ വ്യാഖ്യാനിച്ചത് ദൈവത്തോട് ഒരാൾ ചെയ്യുന്ന ശപഥം, ഒപ്പം അതിനു മുമ്പിൽ നമ്മൾ നടത്തുന്ന ഒരു സമർപ്പണം, ഇങ്ങനെ ഈ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആ വാക്ക് പറയുമ്പോൾ ആദിമസഭയിലെ ഈ സംസ്കാരങ്ങളുടെ പ്രത്യേകതകളും ഈ രീതികളും പതിവുകളും അറിയാമായിരുന്ന ആദിമ ക്രിസ്ത്യാനികൾക്ക് സക്രമെന്തും എന്ന വാക്ക് വളരെ പരിചിതമായൊരു വാക്കാണ് എന്ന് മാത്രമല്ല, അവർക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. എന്താണിത്? അതായത് ദൈവം, ഈ പറയുന്ന ആദിമസഭ അതിനെ ആ രീതിയിലാണ് മനസ്സിലാക്കിയെടുത്തത്. പിന്നീട് ദൈവവുമായി ഒരു പ്രതിജ്ഞയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കിയത്. ഓക്കെ, നമ്മളിനി പ്രധാനപ്പെട്ട ഒരു ആദിമസഭയിൽ ഇതിനെ വിശദീകരിച്ച, എല്ലാവർക്കും ഇതിനെ പറഞ്ഞു കൊടുത്ത ഒരാളെന്ന് പറയുന്നത് വിശുദ്ധ അഗസ്റ്റിനാണ്. അഗസ്റ്റിൻ നമുക്ക് അറിയാം, അഗസ്റ്റിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അഗസ്റ്റിൻ എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കയിലെ ഒരു ഹിപ്പോയിലെ മെത്രാനായിരുന്നു. ഹിപ്പോ എന്ന് പറയുന്ന രൂപതയുടെ മെത്രാനായിരുന്നു. 430 അഗസ്റ്റിൻ മരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. 430. അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു, വലിയ ദാർശനികനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തത്വചിന്തകനൊക്കെ ആയിരുന്നു. ക്രൈസ്തവ വിരുദ്ധനായിരുന്നു. ക്രിസ്ത്യാനിറ്റിയോട്, ക്രൈസ്തവ ധർമ്മത്തോട് അത്ര വലിയ അടുപ്പം സൂക്ഷിക്കാത്ത ആളായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ യൗവനത്തിൽ തന്നെ ഈ ക്രൈസ്തവ ധർമ്മത്തിൻ്റെ യുക്തിപരതയും അതിൻ്റെ മേന്മയും എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലായ, ധൈഷണികമായ അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. അങ്ങനെ മാനസാന്തരപ്പെട്ട് വൈദികനായി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഹിപ്പോയിലെ മെത്രാനായി. അങ്ങനെ പിന്നീട് അദ്ദേഹം തൻ്റെ എഴുത്തും ചിന്തയുമെല്ലാം ഈശോ എന്ന മഹാരഹസ്യത്തെ, സഭ എന്ന ഈശോയുടെ സാന്നിധ്യത്തെ വിശദീകരിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം, മരണം വരെ അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹമാണ് ഈ കൂദാശ എന്ന് പറയുന്ന ഇതിനെ ഒത്തിരി, ഈ ആശയത്തെ ഒത്തിരി വികസിപ്പിച്ചതും പഠിപ്പിച്ചതും അഗസ്റ്റിനാണ്. അഗസ്റ്റിൻ, നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളെ സിസ്റ്റർമാർ, ആദ്യ കുർബാനയ്ക്ക് ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും സിസ്റ്റർമാരാണല്ലോ പഠിപ്പിക്കുന്നത്. സിസ്റ്റർമാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അദൃശ്യമായ ദൈവവരപ്രസാദത്തിൻ്റെ, കൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അദൃശ്യമായ കൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഇത് സത്യത്തിൽ അഗസ്തീനോസ് പറഞ്ഞ കാര്യമാണ്. അഗസ്തീനോസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയതാണ്. അതായത് 5-ാം നൂറ്റാണ്ടിലായിരിക്കണം, 5-ാം നൂറ്റാണ്ട്, 430 മരിച്ച, തീർച്ചയായും 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിലാണ് അദ്ദേഹം പറയുന്നത്, അദൃശ്യമായ കൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഇനി അതിനെ അഗസ്റ്റിൻ കുറച്ചും കൂടെയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവശാസ്ത്രം പഠിക്കുന്നവരായതുകൊണ്ട് കുറച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരു വസ്തു, ഒരു കൂദാശയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്താണ്? അപ്പവും മീഞ്ഞും എടുക്കുക. കുർബാനയിൽ നമ്മൾ അപ്പവും മീഞ്ഞും എടുക്കുന്നു. അപ്പവും മീഞ്ഞും എന്ന് പറയുന്നത് രണ്ടും ഈ ലോകത്തിലെ സംഗതികളാണ്, നമുക്കറിയാമല്ലോ.
ഈ ഭൂമിയിലെ ഒരു ചെടിയായ മുന്തിരി ചെടിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് വെള്ളമുണ്ട്. പിന്നെ ഈ ഭൂമിയിലെ ധാന്യമണികൾ, ഈ ഭൂമിയിൽ ഉണ്ടായ ധാന്യമണികളെല്ലാം കൂടെ അരച്ച് ചേർത്താണ് അപ്പം വെക്കുന്നത്. ആ അപ്പം, ആ വീഞ്ഞും, അതാണ് ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത്. അഗസ്റ്റിൻ പറയുന്നത് എങ്ങനെയാണ്? എപ്പോഴാണോ കാർമികന്റെ, പരികർമ്മം ചെയ്യുന്ന വൈദികന്റെ വാക്ക് എപ്പോഴാണോ ഈ വസ്തുക്കളിന്മേൽ പതിക്കുന്നത്, അപ്പോൾ ഇതാ ആ കൂദാശ, അതൊരു കൂദാശയായി മാറിയിരിക്കുന്നു എന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. അതുകൊണ്ട് വൈദികൻ പറയുന്ന ആ വാക്ക്, അഥവാ പരികർമ്മം ചെയ്യുന്നയാൾ പറയുന്ന ആ വാക്ക് എപ്പോഴാണോ ഈ വസ്തുക്കളിന്മേൽ വന്നു വീഴുന്നത്, അപ്പോ അവിടെ കൂദാശ ഉണ്ടായി സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അഗസ്റ്റിൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അഗസ്റ്റിൻ പറഞ്ഞ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഓരോ കൂദാശയിലും യഥാർത്ഥത്തിൽ ആ കൂദാശ പരികർമ്മം ചെയ്യുന്നത് ഈശോയാണ്. നമ്മൾ കൺമുമ്പിൽ നോക്കുമ്പം നമ്മുടെ മുമ്പിൽ നിന്ന് കുർബാന ചൊല്ലുന്നത് പള്ളിയിലെ വികാരിച്ചനായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആ കൂദാശ പരികർമ്മം ചെയ്യുന്നത് ഈശോയാണ് എന്നാണ് അഗസ്തീനോസിന്റെ പ്രബോധനം. ഇനി അഗസ്റ്റിൻ അത് പറയുന്നുണ്ട്, ഒരു അയോഗ്യനായ ഒരു പരികർമ്മയാണെങ്കിൽ പോലും കൂദാശയ്ക്ക് അതിൻ്റെതായ ഫലമുണ്ട്. കൂദാശ അത് ഫലപ്രദമാണ്, കാരണം അതൊരിക്കലും ഫലരഹിതമായി പോകുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു അഗസ്റ്റിന് ശേഷം ഈ കൂദാശകളെ പറ്റിയുള്ള വളരെ വ്യക്തമായ ഒരു പ്രബോധനം നൽകിയ ഒരാള് വിശുദ്ധ അക്വീനാസ് ആണ്. വിശുദ്ധ തോമസ് അക്വീനാസ്. 13-ാം നൂറ്റാണ്ടിലെ ആളാണ് അദ്ദേഹം. അക്വീനാസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കൃപ തരാൻ വേണ്ടി ഈശോ മിശിഹ സ്ഥാപിച്ച ഫലപ്രദമായ അടയാളമാണ് കൂദാശ. നമുക്ക് കൃപ തരാൻ വേണ്ടി ഈശോ സ്ഥാപിച്ച ഫലപ്രദമായ അടയാളത്തെയാണ് കൂദാശ എന്ന് വിളിക്കുന്നത്. അക്വീനാസിന്റെ, വിശുദ്ധ തോമസ് അക്വീനാസിന്റെ ഈ കൂദാശകളെ പറ്റിയുള്ള വലിയ നീണ്ട ഒരു നല്ലൊരു ലേഖനം, അധ്യായം നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കുഴപ്പമില്ല, നല്ലൊരു അധ്യായമാണ്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ, നമ്മൾ കുറേ നേരം അതിനെപ്പറ്റി പറഞ്ഞാലും തീരത്തില്ല. അതായത് ഒരാഴ്ചയെങ്കിലും ഇരുന്ന് പറയാൻ മാത്രമുള്ള കാര്യങ്ങൾ അക്വീനാസ് പുണ്യാളൻ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതേ, നമുക്ക് തന്നെ ചിലപ്പം ഇങ്ങനെ പഠിക്കുമ്പോൾ സംശയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത്, ശരിക്കും ഈ കൂദാശ വേണോ? കൂദാശയുടെ ആവശ്യമുണ്ടോ? കൂദാശയുടെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി അനുദിന ജീവിതത്തിൽ നമ്മൾ പലതും ആശയ സംവേദനം നടത്തുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല. നമ്മൾ പല പ്രതീകാത്മകമായ പ്രവൃത്തികളിലും കൂടെയാണ് നമ്മുടെ ആശയ സംവേദനം നടക്കുന്നത്. നമ്മൾ ചില പ്രതീകാത്മകമായ പ്രവൃത്തികളിലൂടെയാണ് ഈ ആശയ സംവേദനം നടക്കുന്നത്. അതായത് മനുഷ്യൻ എന്ന ജീവിക്കുള്ള പ്രത്യേകതകളാണ് ഇതൊക്കെ. പ്രതീകാത്മകമായ കാര്യങ്ങളിലൂടെ, പ്രതീകാത്മകമായ പ്രവൃത്തികളിലൂടെ, വസ്തുക്കളെ പ്രതീകാത്മകമായി ഉപയോഗിക്കുന്നതിലൂടെ ആശയ സംവേദനം നടത്താൻ നമുക്ക് പറ്റും. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇവിടെ നിൽക്കുന്ന വ്യക്തിയിലേക്ക് ഒരു ആശയം പകർന്നു കൊടുക്കാൻ, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറയണമെന്നില്ല. ചില പ്രതീകാത്മകമായ കാര്യങ്ങൾ ചെയ്താൽ മതി, മനസ്സിലാവും. ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉദാഹരണം പറയാം. ഇവിടെ ഈ ക്ലാസ്സിലുള്ള ഭൂരിപക്ഷം പേരും വിവാഹിതരായതുകൊണ്ട് കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം മോതിരങ്ങൾ അണിയിക്കും, അല്ലേ? സാധാരണഗതിയിൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ ആ മോതിരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും.
വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എടുത്ത് പണയം വെക്കുമായിരിക്കും. എന്നാലും ആ മോതിരം അവിടെ എവിടെ എപ്പോഴും ഇട്ടുകൊണ്ട് നടന്നില്ലെങ്കിലും ആ മോതിരം നിങ്ങളുടെ കയ്യിലുണ്ടാവും. സാധാരണഗതിയിൽ ഇപ്പം പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്. ഇനി പഴയ തലമുറ എങ്ങനെയാണെന്ന് എനിക്ക് അത്ര പിടിയില്ല. എന്നാലും അതെടുത്ത് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കും. ചെളിയൊന്നും പറ്റാതിരിക്കാനൊക്കെ ആയിട്ട് സൂക്ഷിച്ചു വെക്കും. ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹമോതിരത്തിന് ഇത്രമേൽ പവിത്രത കൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിന് ഇത്രമേൽ പ്രാധാന്യം ഉള്ളത്? നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്ന്. അത് അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ആ ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് ഡൈവോഴ്സ് ആവുകയോ ബന്ധം വേർപെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മോതിരം ഊരി കളയുന്നത്, മോതിരം ഊരി മാറ്റുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ വിവാഹിതരല്ല, വിവാഹിതയല്ല, വിവാഹിതനല്ല എന്ന് മറ്റുള്ളവരോട് പറയലാണത്. മറ്റുള്ളവരോടുള്ള ഒരു പറച്ചിലാണത്. ഇതെടുത്ത് മാറ്റുന്നത് പറച്ചിലാണ്, പറയലാണ്. കാര്യം ഒരു വാക്ക് പോലും പറയാതെയാണ് ചെയ്യുന്നതെങ്കിലും ആ ചെയ്യൽ ഒരു പറച്ചിലാണ്. ഇത് തന്നെയാണ് കൂദാശയും. ഓരോ കൂദാശയിലും ഒരു ദൃശ്യമായ ഒരു അടയാളം ഉണ്ടാവും, ഒരു പ്രവൃത്തി ഉണ്ടാവും. ആ പ്രവൃത്തിക്കകത്ത് കൃപയാണ്, അദൃശ്യമായ കൃപയാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ എന്ന നിലയിൽ ഇങ്ങനെയുള്ള വാക്കുകളില്ലാതെയുള്ള പ്രതീകാത്മകമായ രീതിയിലുള്ള ആശയ സംവേദനങ്ങളും പ്രതീകങ്ങളും ഒക്കെ ആവശ്യമാണ്. മനുഷ്യൻ അതൊക്കെ മനസ്സിലാവും, മനുഷ്യനത് വേണം. അങ്ങനെയൊക്കെയാണ് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നത് അങ്ങനെയൊക്കെയാണ്. അത് നമ്മുടെ പ്രത്യേകതയാണത്. അതുകൊണ്ട് ഈ പറയുന്ന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആശയ സംവേദനം നടക്കുന്നത് ഈ ഒരു കൂദാശകളിലൂടെയാണ്. അഥവാ കൂദാശയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന, ഉപയോഗിക്കുന്ന ഭൗതികമായ വസ്തുക്കളിലൂടെയാണ്. ഇനി ഞാനൊരു കുറച്ച് നേരം ഒരു 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 നിർത്തുകയാണ് കുറച്ച് നേരത്തേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതിയിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിനോട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതിയിടാം. എന്നിട്ട് സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തെപ്പറ്റി ആലോചിക്കാം. ഒരു സംശയമുള്ളത്, പറയൂ. ഈ കൂദാശ ഇപ്പൊ വിശുദ്ധ കുർബാന തന്നെ എടുക്കുക. അപ്പൊ ഈ വിശുദ്ധ കുർബാന നമ്മൾ ഇപ്പോ പള്ളി വെച്ച് ഒരു കുർബാന നടക്കുമ്പോ അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും പല ലെവലിലാണ് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്. ചിലര് പൂർണ്ണമായിട്ടും ആ ആരാധനയിൽ ഭാഗഭാക്കാവുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. ചിലര് പാസീവായിട്ട് നിൽക്കുന്നു. ചിലര് കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നു, പക്ഷെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പൊ ഈ കൂദാശയിലൂടെ കിട്ടുന്ന കൃപ ഇവരിലേക്ക് എങ്ങനെയാണ്, ഇതിന് ആനുപാതികമായിട്ടാണോ വരുന്നത്, അതോ എല്ലാവർക്കും ഒരേ കൃപ തന്നെ ലഭിക്കുന്നത്? എല്ലാവർക്കും ഒരേ കൃപ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ അവരുടെ മനോഭാവങ്ങൾക്കനുസരിച്ച്, സ്വീകർത്താവിൻ്റെ മനോഭാവം അനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ, ഒരാൾ പള്ളിയിൽ വന്നു കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് നിൽക്കുന്നു എന്ന് പുറമേ അയാൾ കാണിക്കുന്നുണ്ടെങ്കിലും അകമേ അയാൾ എടുത്തിരിക്കുന്ന തീരുമാനം എനിക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമില്ല എന്നാണ്. എനിക്ക് അത്യാവശ്യം സാമ്പത്തികമായ സുസ്ഥിരതയുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, വലിയ കുഴപ്പമില്ലാതെയൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഞാൻ ഇവിടെ വന്നേക്കുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനോ ഒക്കെ ആയിരിക്കും, എനിക്ക് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന മനോഭാവമാണ് അയാൾ ഉള്ളിൽ പുലർത്തുന്നത് എങ്കിൽ അവിടെ അയാൾ സ്വീകരിക്കുന്ന കൃപയ്ക്ക് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വീകർത്താവിൻ്റെ മനോഭാവം വരപ്രസാദത്തെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ ആ കൂദാശ
അത് അയാളെ സംബന്ധിച്ച് ഫലപ്രദമാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു സ്ഥിതിയിൽ നമ്മുടെ ശിശു സ്നാനം, അവിടെ സ്വീകർത്താവ് യാതൊന്നും അറിയുന്നില്ല. സ്വീകർത്താവിന് ഓൺ ബിഹാഫ് ഓഫ് സ്വീകർത്താവ് നമ്മുടെ ഗോഡ് ഫാദറോ ഗോഡ് മദറോ ആണ് ആ തീരുമാനം എടുക്കുന്നത്. ഉം. അപ്പൊ അതെങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഒരു സ്വീകർത്താവ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതനുസരിച്ച് കൃപ ലഭിക്കുന്നു, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൃപ ലഭിക്കുന്നതിൽ വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ ഉം. ഈ കുഞ്ഞിന്റെ മണ്ടയ്ക്കുള്ള കൃപ, കാരണം അതിന് അത് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ ഉള്ള ഒരു പ്രായമായിട്ടില്ല. ഉം. ഇതെങ്ങനെയാണ് കുഞ്ഞിന്റെ മേൽ? അതിനെ നമുക്ക് കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിൽ കാണാം. അതായത് ഒരു വിശ്വാസിയായ അപ്പനും അമ്മയ്ക്കും അറിയാം, അതായത് എൻ്റെ കുഞ്ഞിന് ഈ ലോകത്തിൽ വെച്ച് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത്, സമ്മാനം എന്ന് പറയുന്നത് ഈ ഈശോയാണ്. അഥവാ ഈശോയുടെ വരപ്രസാദം, ഈശോയുടെ മരണ ഉത്ഥാന രഹസ്യങ്ങളിൽ പങ്കുചേരാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അഥവാ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. എൻ്റെ കുഞ്ഞിന് ഈശോയുടെ മരണോത്ഥാനത്തിൽ പങ്കുചേരുന്നതിലൂടെ നിത്യജീവന് അവകാശിയാവുന്നു എന്ന് തിരിച്ചറിയുകയാണ് ആ അപ്പനും അമ്മയും. സോ ഈ ലോകത്തിൽ വെച്ച് അവർക്ക് കൊടുക്കാവുന്നതിനപ്പുറത്തും അളക്കാനാവാത്തതുമായ ഒരു വലിയ സമ്മാനമാണ് നിത്യജീവൻ. യോഹന്നാൻ ശ്ലീഹ പറയുന്ന പോലെ, ഞാൻ ഈ എഴുതിയത് ഒന്നുമല്ല, പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എഴുതിയത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കേണ്ടതിനും അതുവഴി നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമാണ്. എന്ന് പറഞ്ഞാൽ നിത്യജീവൻ എന്ന് പറയുന്നതിനെ അങ്ങേയറ്റം ഗൗരവമായിട്ടാണ് ആ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് ഈ കുഞ്ഞിന്, ദൈവം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നു, ഇനി ഈ കുഞ്ഞിന് ഞങ്ങൾക്ക് കൊടുക്കാനാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിത്യജീവനാണ്. ആ നിത്യത കിട്ടുന്നത് ഒരേ ഒരാളിൽ മാത്രമാണ് എന്ന് ഈ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരതിനെപ്പറ്റി ബോധ്യപ്പെട്ടവരാണ്, അതിലവർ ഉറപ്പുള്ളവരാണ്, ഒരു സംശയം അവർക്കില്ല. അവരുടെ ആ വിശ്വാസമാണ് ആ കുഞ്ഞിനെ, അവരുടെ കുഞ്ഞിനെ മാമോദീസായിലേക്ക് നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അവിടെ അവരുടെ ഉത്തരവാദിത്വം സഭയും ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ പ്രതീകമാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. കുഞ്ഞിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അഥവാ നിത്യജീവിതത്തിലേക്കുള്ള ആ കുഞ്ഞിൻ്റെ വിശ്വാസത്തിൻ്റെ യാത്രയുടെ ഉത്തരവാദിത്വം ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഏറ്റെടുത്ത് ആ കുഞ്ഞിനെ നിത്യജീവനിലേക്കുള്ള ഒരു യാത്രയിൽ സഹായിക്കാൻ അവർ തയ്യാറാവുകയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ കുഞ്ഞിന് കിട്ടാവുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഈശോയെ അറിഞ്ഞ് ജീവിച്ച് നിത്യജീവനിൽ എത്തുക എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഒരപ്പനും അമ്മയും അവർ കുഞ്ഞിനെ മാമോദീസായിലേക്ക് നടത്തുന്നത്. കാരണം ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിന് കുത്തിവെപ്പെടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. എന്തിനാണ്? കുഞ്ഞിനോട് ചോദിച്ചിട്ടല്ലല്ലോ കുത്തിവെപ്പെടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും ഒക്കെ. കാരണം അത് കുഞ്ഞിന് നല്ലതാണ് എന്നുള്ള തിരിച്ചറിവ് ആ മാതാപിതാക്കൾക്ക് ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിനോട് ചോദിക്കാതെ കുത്തിവെപ്പും മരുന്നും ഭക്ഷണവും കൊടുക്കുന്നത്. അവരുടെ ഗുണം ലഭിക്കുന്ന കുഞ്ഞിന് തന്നെയാണ്. തീർച്ചയായും. താങ്ക് യു ഫാദർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടോ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ. ഹലോ, പറയൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കി ഒരു ഒരു കുദാശ സ്വീകരിക്കുന്നു മാമോദീസ. ആ കുദാശയിൽ മാതാപിതാക്കൾ കുഞ്ഞിനുമായി ഉത്തമ ബോധ്യത്തോടെ വിശ്വാസം ഏറ്റുപറയുന്നു. എൻ്റെ ഒരു സംശയം, ഈ കുഞ്ഞ് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ, ഫോർ എക്സാമ്പിൾ 1-2 വയസ്സിന് ആകുമ്പോൾ ഈ മാതാപിതാക്കൾ കുഞ്ഞിൽ നിന്ന് വേർപെട്ടു പോകുന്നു. ഈ കുഞ്ഞിൽ നിന്നും
ആ മാതാപിതാക്കൾ വേർപെട്ടു പോകുന്നു. ആ കുഞ്ഞ് വളർത്തപ്പെടുന്നത് വേറൊരു ഇതിലാണ്. അങ്ങനെ വന്നാല് ഈ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച ആ ട്രാൻസ്മിഷൻ, ആ ബോധ്യം, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏത് ട്രാൻസ്മിഷൻ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ കൂദാശയില് ദൈവത്തിന്റെ കൃപ ഒരു കുഞ്ഞിൽ, ഈ പ്രത്യേകിച്ച് മാമോദിസായില് മാതാപിതാക്കൾ കൂടി കുഞ്ഞിലേക്ക്, കാരണം കുഞ്ഞിന് സുബോധാവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഓക്കെ 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 ആ അത് മനസ്സിലായി. കുഞ്ഞ് പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് മുന്നേ ഈ മാതാപിതാക്കള് അവരിൽ നിന്ന് വേർപെട്ടു പോകുന്നു. ഉം, മരണമുഖാന്തരമോ ഉം, അതല്ലെങ്കിൽ ഡൈവേഴ്സ് മുഖാന്തരമോ ഇവരിന്ന് ഉം, വേർപെട്ടു പോകുന്നു. കുഞ്ഞിലേക്ക് ഉം, ആ ഒരു ആദ്യമേ നമ്മൾ വിഭാവനം ചെയ്ത ആ വിശ്വാസ ഉം, പരിണാമം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. ഉം, ഉം. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കേണ്ടത്? ഓക്കെ, സഭയുടെ പ്രബോധനം അനുസരിച്ച് ആ കുഞ്ഞ് ഓരോ കൂദാശയും, ഓരോ കൂദാശ എന്നല്ല, 3 കൂദാശകൾ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. ആത്മാവിൽ മുദ്രയിടുന്ന മായാത്ത കൂദാശകൾ. മുദ്ര പതിപ്പിക്കുന്ന കൂദാശകളാണ്. ഉം. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി, ഒരു കുഞ്ഞാവട്ടെ ഒരു വ്യക്തിയാവട്ടെ, എസ്പെഷ്യലി ഇവിടെ ചോദിച്ചത് ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ്. ആ കുഞ്ഞ് മാമോദീസ സ്വീകരിച്ചതിന് ശേഷം ഒരു ക്രൈസ്തവനായി കത്തോലിക്കനായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ, ആത്മാവിൽ ദൈവത്തിൻ്റെ മായാത്ത മുദ്ര പതിഞ്ഞിട്ടുണ്ട്. അന്ത്യദിനത്തിൽ, നിത്യതയിൽ അത് ആ കുഞ്ഞിന് നിത്യതയിലേക്കുള്ള കവാടമായി ഭവിക്കും. അൺലെസ് ആൻഡ് അണ്ടിൽ he deliberately denies after having known, അതായത് എല്ലാം അറിഞ്ഞിട്ടും ദൈവത്തെ നിഷേധിക്കുകയും എനിക്ക് ഈശോയുടെ വരപ്രസാദം വേണ്ട എന്ന് കാറ്റഗോറിക്കലായിട്ട് തീരുമാനിക്കുകയും ഞാനും ദൈവവുമായുള്ള ബന്ധം എന്നേക്കുമായി ഞാൻ വിച്ഛേദിക്കുകയും ചെയ്യുന്നു എന്ന നിഷേധ നിലപാട് എടുക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ കൂദാശയുടെ സ്വീകരണം അയാൾ തന്നെ അതിൻ്റെ പ്രസാദം നിഷേധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ദൈവം നിസ്സഹായനാവുന്നു. അല്ലാത്ത പക്ഷം തീർച്ചയായും ദൈവത്തിൻ്റെ സഹായം, കരം ആ വ്യക്തിയുടെ കൂടെ ഉണ്ട്. അതായത് ഡെലിബറേറ്റ്ലി ഡിനയൽ അല്ല എങ്കിൽ പാസീവ്ലി ആണെങ്കിലോ, അതായത് ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നില്ല, അറിയപ്പെടുന്നില്ല, ആ സാഹചര്യത്തിൽ വളർത്തപ്പെടുന്നു. അത് പാസീവ് ആണ് സംഭവിക്കുന്നത്, ഡെലിബറേറ്റ് ഒന്നും സംഭവിക്കുന്നില്ല. കുഞ്ഞതിനെ മനസ്സിലാക്കുന്ന പോലും ഇല്ല, എനിക്ക് മാമോദിസ കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം കുഞ്ഞ് മനസ്സിലാക്കുന്നേ ഇല്ല. വേറൊരു സാഹചര്യത്തിലാണ് വളർത്തപ്പെടുന്നത്. ആ സാഹചര്യമാണ് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കേണ്ടത്. ആ സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ സാക്രമെന്റ്, ആ കൂദാശ അവിടെ ഉണ്ട്. നമ്മൾ പക്ഷെ അതിനെ വിധിക്കാൻ നമ്മൾ യോഗ്യരല്ല, നമുക്ക് അറിവില്ല. നമ്മുടെ അറിവിന്റെ അപ്പുറത്താണ് ഇത് വന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ കൂദാശ സ്വീകരിച്ച പിന്നിൽ ആ കൂദാശ വാലിഡ് ആയിട്ടുണ്ട്. ആത്മാവിൽ മായാത്ത മുദ്ര പതിച്ച കൂദാശ അവിടെ ഉണ്ട്. ആ കുഞ്ഞിന് നിത്യതയിൽ, ആ കുഞ്ഞിന് അത് നിത്യതയിലേക്കുള്ള യോഗ്യതയായി ഭവിക്കും. ഭയക്കേണ്ടതില്ല. താങ്ക് യു ഫാദർ. യെസ്. ഇനി ആർക്കെങ്കിലും വല്ല സംശയവുമുണ്ടോ? മാമോദീസ സ്വീകരിക്കാത്തവര് എന്ന് പറഞ്ഞാൽ കത്തോലിക്കരല്ലാത്തവരെ കുറിച്ചുള്ള അവരുടെ രക്ഷ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്? ആ നിത്യജീവൻ ലഭിക്കുന്നതിനെ കുറിച്ചുള്ള അല്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ഇതര മത ദൈവശാസ്ത്രം അഥവാ അങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. സഭാവിജ്ഞാനീയം പഠിച്ചായിരുന്നോ? സഭയെ പറ്റി പഠിച്ചായിരുന്നോ? സഭയെ കുറിച്ച് പഠിച്ചു. ഈ സെമസ്റ്ററിലാണ് സഭാവിജ്ഞാനീയം. അതെ അല്ലേ? ഓക്കെ. എന്തായാലും ചേച്ചി ചോദിച്ചതുകൊണ്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് പറഞ്ഞേച്ച് പോവാം. സഭയുടെ പ്രബോധനം അനുസരിച്ച് മാമോദീസ സ്വീകരിച്ചവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നിത്യതയിലേക്കുള്ളവരാണ്. അവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ കഴിവ് നൽകി ആണല്ലോ. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ അവർക്ക് സാധിക്കുന്നു. അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഇതാണ് നമുക്കുള്ള ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ചവർ ദൈവ മക്കളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമോദീസ എന്ന് പറയുന്നത്
ഈശോയുടെ കുരിശുമരണത്തിലും ഈശോയുടെ ഉത്ഥാനത്തിനുമുള്ള പങ്കുചേരലാണ്. അതറിയാമല്ലോ. അറിയാം. മാമോദീസ സ്വീകരിച്ചവര് ഈശോയുടെ ഉത്ഥാനത്തിലും ഈശോയുടെ മരണത്തിലും പങ്കുചേർന്നവരായതുകൊണ്ട് അവർ ദൈവത്തിന്റെ മക്കളാവുന്നു. അതായത് വേറൊരു വാക്കി പറഞ്ഞാൽ, ഏകജാതനായ ഈശോയിലൂടെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാവുന്നു. ഏകമകനായ ഈശോയിലൂടെ നമ്മൾ ദൈവത്തിന്റെ ദത്തുപുത്രന്മാരാവുന്നു. ഈശോ നമുക്ക് തന്ന സമ്മാനം അതാണ്. ഓക്കെ, ഇനി ചോദ്യത്തിന്റെ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. മാമോദീസ സ്വീകരിക്കാത്തവരെ കുറിച്ച് സഭ എന്താണ് പറയുന്നത്? ഈശോ നേടിത്തന്ന ഈ രക്ഷ അത് സഭയിലാണുള്ളത്. ഈശോ നേടിത്തന്ന രക്ഷ സഭയ്ക്ക് പുറത്തില്ല, സഭയിലാണുള്ളത്. ഇനി ഈശോ നേടിത്തന്ന ഈ രക്ഷ സഭയിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്ന ഒരാൾ രക്ഷയില്ല. അയാൾ കാരണം ഈ സഭയിലാണ് രക്ഷ എന്ന് അയാൾ ബൗദ്ധികമായി മനസ്സിലാക്കുകയും അറിയുകയും തിരിച്ചറിയുകയും പഠിക്കുകയും ചെയ്തിട്ടും അയാൾ അതിനെ നിഷേധിച്ചു. ഒരു പ്രത്യേക ഘട്ടത്തിൽ അയാൾക്ക് അതിനോട് വേണ്ടാന്ന് പറഞ്ഞു. അയാൾക്ക് പിന്നെ രക്ഷയില്ല. കാരണം സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തെ ഒരു കാര്യം, ഈശോയെ സ്വീകരിക്കണം അഥവാ മാമോദീസ സ്വീകരിക്കണം, ഈശോയുടെ മരണോത്ഥാനത്തിൽ പങ്കുചേരണം എന്നൊരാൾ ആഗ്രഹിച്ചു. പക്ഷെ ആ ആഗ്രഹം പല കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഒരുപക്ഷെ അയാൾ താമസിച്ച സ്ഥലത്ത് അത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും രീതിയിൽ ജീവിതം തീർന്നു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അയാൾ ആഗ്രഹം കൊണ്ട് ഈശോയെ സ്വീകരിച്ചായിരുന്നു, അല്ലേ? ആഗ്രഹത്താൽ അയാൾ ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ ഫലം പങ്കുചേരാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. അയാൾ രക്ഷപ്പെടും. ഇനി സഭയുടെ അടുത്ത പ്രബോധനം, തങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർ. ഈശോയെ പറ്റി അറിഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, വലുതായിട്ട് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ അറിയത്തൊന്നുമില്ല, അങ്ങനെ അറിഞ്ഞിട്ടുമില്ല. പക്ഷെ അവർ തങ്ങളുടെ മനസാക്ഷി അനുസരിച്ചൊക്കെ ജീവിക്കുന്നു. അവർ തീർച്ചയായും ദൈവം അവരെ സ്വീകരിക്കും. തങ്ങളുടെ മനസാക്ഷിയുടെ നിയമം അനുസരിച്ച് ജീവിച്ച ആ മനുഷ്യര് അവരുടെ കുറ്റം കൊണ്ടല്ലാതെ, അവരുടെ കുറ്റം അല്ലായിരുന്നു, അവർ ഈശോയെ അങ്ങനെ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അഥവാ അങ്ങനെ വലിയ കാര്യമായിട്ട് അവരുടെ മനഃപൂർവ്വം അല്ലാത്ത അവരുടെ കുറ്റം കൊണ്ട് അവരതിന് ഉത്തരവാദികളല്ല. അങ്ങനെയെങ്കിൽ ദൈവം അവരെ സ്വീകരിക്കും. അവരെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അതുകൊണ്ട് സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോ സഭയിലാണ് തൻ്റെ കുരിശുമരണത്തിൻ്റെ രക്ഷാകര ഫലങ്ങൾ സഭയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ സഭയിലേക്ക് പുറത്ത് ഇല്ല. ഇനി പെസഹ രഹസ്യത്തിൻ്റെ രക്ഷാകര ഫലമാകട്ടെ അത് കണ്ടെത്തുന്നത്, അത് അടങ്ങിയിരിക്കുന്നത്, അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സഭയിലാണ് താൻ. ഒരു കാര്യം നമ്മളുടെ ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രസക്തിയെ കുറിച്ചുകൂടി പറയാം. ഇതുമായിട്ട് അതാണ് പറഞ്ഞത്, ഈശോയെ അറിയത്തില്ലാത്തവരുടെ അടുത്തേക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും തീർച്ചയായും. രണ്ടാമത്തെ കാര്യം, നമ്മൾ സഭയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകമായ ഈശോയോട് കൂടെ ആയിരിക്കുന്നതിനുള്ള ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടല്ലോ നമ്മുടെ ഈ ഇഹലോക ജീവിതത്തില്. അത് അവർക്ക് ആസ്വദിക്കാൻ പറ്റുകയില്ലല്ലോ. പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈശോയെ പറ്റി പറയാൻ മിഷൻ പ്രേക്ഷിതരായി പോകുന്നത്, പ്രേക്ഷിതരായി മാറുന്നത്. അതിന് ഇന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവ് വൈദികരെയോ സന്യസ്തരെയോ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അനേകം അൽമായരെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഒരുക്കുന്നുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ശ്ലാഘനീയമായ രീതിയിൽ അൽമായരാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ഈശോയെ പറ്റി പറയുന്നത്. നിങ്ങൾ ഫിയാത്ത് മിഷനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരൊക്കെ ഏറ്റവും നന്നായി തങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനം അനുസരിച്ച് ഈ കാലഘട്ടത്തിന് അനുരൂപമായ രീതിയിൽ ആവശ്യം പോലെ അവർ വചനം പ്രഘോഷിക്കുകയും പറയുകയും
ഈശോയെപ്പറ്റി മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടങ്ങളിലും ആവശ്യമായ രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടവരെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈശോയെപ്പറ്റി നമ്മൾ തീർച്ചയായും പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ആവശ്യമാണ്. അവിടെ ഒന്ന് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഉവ്വ, പറയൂ. പറയുക എന്നുള്ളത് വാക്കുകൾ കൊണ്ട് മാത്രമാകണമെന്നില്ല. അല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെയും ഒരു സുവിശേഷ പ്രവർത്തനം നടക്കാം. നടത്താം. അതെ. അപ്പൊ അത് വാക്കുകൾ കൊണ്ട് നമ്മൾ പറയണമെന്നല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രവൃത്തികൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മറ്റുള്ളവരെ അതുകൊണ്ടാണ് എത്തിക്കാൻ ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് വിവാദ വിഷയമായ നമ്മുടെ 2 മലയാളി സഹോദരിമാര്, അവര് നോർത്ത് ഇന്ത്യയില് ഈ പറയുന്ന അനാഥ മന്ദിരങ്ങളും ആരോരും നോക്കാനില്ലാത്തവരും ഒക്കെ, അവരെയൊക്കെ നോക്കിയും പരിചരിച്ചും ഒക്കെയാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തങ്ങളുടെ വാക്കുകളെക്കാൾ ഉപരി തങ്ങളുടെ ശുശ്രൂഷയിലൂടെയാണ് അവർ ഈശോയെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വാക്കുകളിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനവുമുണ്ട്, പ്രവർത്തികളിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനവുമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനത്തിന് പലവിധ ഭാവങ്ങളുണ്ട്, മുഖങ്ങളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. യെസ്. ഓരോ ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ പ്രേക്ഷിതരാണ്. അതെ, ശരിക്കും അത് നമ്മൾ സഭയുടെ അത്രയും പ്രബോധനമാണ്. മാർപ്പാപ്പമാര് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അത് ആ പ്രസംഗം നേരത്തെ പറഞ്ഞ പോലെ വാക്കിലൂടെ ആവാം, പ്രവൃത്തികളിലൂടെ ആവാം, പല രീതികളിലൂടെ ആവാം. അത് ഒറ്റയ്ക്കാവാം, സംഘാതമായിട്ട് ചെയ്യാം, സഭാതലത്തിൽ ചെയ്യാം, ഒരു ഗ്രൂപ്പിന് ചെയ്യാം, ഒരു കൂട്ടായ്മയ്ക്ക് ചെയ്യാം, ഒരു ഒരു രൂപതയ്ക്ക് ചെയ്യാം, ഒരു കോൺഗ്രിഗേഷന് ചെയ്യാം. അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇങ്ങനെയേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാവൂ എന്നുള്ള നിയതമായ വ്യവസ്ഥാപിതമായ രേഖകളോ അങ്ങനെയൊന്നുമില്ല. സ്വതന്ത്രമായി ആർക്കും പ്രേക്ഷിതരാവാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക്.